ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയതോടെ വിമുക്ത ഭടന്മാരും ഫാമിലി പെൻഷനേഴ്സും നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിമുക്ത ഭടൻ്റെ പേരിലുള്ള വ്യത്യാസം, ഡേറ്റ് ഓഫ് ബർത്തിലുള്ള വ്യത്യാസം, സ്പൗസിൻ്റെ പേരിലും ഡേറ്റ് ഓഫ് ബർത്തിലുമുള്ള വ്യത്യാസം. മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഇത് സംബന്ധിച്ച പോളിസി ലെറ്റേഴ്സ് കേന്ദ്രീയ സൈനിക് ബോർഡ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് കേന്ദ്രീയ സൈനിക് ബോർഡ് 22 ജൂലൈ 2024 എല്ലാ രാജ്യ സൈനിക് ബോർഡുകൾക്കും അയച്ച ലെറ്ററാണ്. ഇതിൻ്റെ ഹെഡിങ് വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും തങ്ങളുടെ പേഴ്സണൽ റെക്കോർഡ്സിൽ തിരുത്തൽ വരുത്താൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവരുടെ പോളിസി ലെറ്റേഴ്സ് സംബന്ധിച്ച് ധാരാളം പരാതികളും സംശയങ്ങളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ സംശയ നിവാരണത്തിനായി വിമുക്ത ഭടൻ്റെയും ആശ്രിതരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് മുതലായവ തിരുത്തുന്നതിനായി ആർമി, നേവി, എയർഫോഴ്സ് എന്നിവർക്ക് പ്രത്യേകം പ്രൊസീജിയറുകൾ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ താഴെ പറയുന്നവയാണ്. ആദ്യമായി ആർമി JCOSORൻ്റെ പേരിൽ തിരുത്തൽ വരുത്തുന്നതിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ലെറ്റർ നമ്പർ A/20105/66/MP8 ഡേറ്റഡ് 3 ഡിസംബർ 2019 ആണ്. രണ്ടാമതായി ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുന്നതിന് MODയുടെ ലെറ്റർ നമ്പർ A/20105/MP8 ഡേറ്റഡ് 27 ജനുവരി 2014, 28 നവംബർ 2017, 11 ഏപ്രിൽ 2019 എന്നിവയാണ്. മൂന്നാമതായി വിധവയുടെ പേരിൽ തിരുത്തൽ വരുത്താനോ വിമുക്ത ഭടൻ്റെ ഭാര്യയുടെ പേരിൽ തിരുത്തൽ വരുത്തുവാനോ ആയി MODയുടെ ലെറ്റർ നമ്പർ A/20105/MP8 ഡേറ്റഡ് 3 ഏപ്രിൽ 2018, 18 ജൂലൈ 2018 എന്നീ ലെറ്ററുകളാണ്. നേവിക്കും എയർഫോഴ്സിനും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കായി സെപ്പറേറ്റ് പോളിസി ലെറ്ററുകൾ ഉണ്ട്. മുഴുവൻ ലെറ്ററുകൾ സഹിതം 60 പേജുകളുള്ള ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി വിരമിച്ച സൈനികൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്ക് വഴി വിരമിച്ച സൈനികൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ ലെറ്ററിനെ പറ്റിയും വിശദമായ വീഡിയോസ് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.